മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതെന്താ? നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്താ? കഴിഞ്ഞ ദിവസം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞു, അവിടെ വിജയിച്ചവരുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നുള്ള കാര്യം. ഉടനടി അവിടെ ലീഗിനാണ് 22 സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് മന്ത്രി ഉദ്ദേശിച്ചത് മുസ്ലിം നാമധാരികളെ ആണ് എന്ന് കേരളത്തിൽ ഇപ്പോൾ ലീഗിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന മൗദൂദി സുഡാപ്പികളുടെ സൈബർ സംഘം പ്രചരണത്തിന് തുടക്കമിട്ടു. കോൺഗ്രസ് ഏറ്റെടുത്തു. ഇനി എന്താണ് സജി ചെറിയാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഒന്ന് കേൾക്കണ്ടേ? അദ്ദേഹം അതിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്. കേട്ടെ. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് ഒരു സീറ്റാണ്, CPM. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അപ്പോൾ ഏത് മതവിഭാഗത്തിന്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത്? അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കാൻ, അങ്ങനല്ലേ പറഞ്ഞത്? കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത്, ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. കാരണം വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJP കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. കേട്ടല്ലോ. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ മതേതരത്വം പറഞ്ഞ CPMന് കിട്ടിയത് 1 സീറ്റ്, മതവർഗീയത പറഞ്ഞ BJPക്ക് 12 സീറ്റ്, ലീഗും മൗദൂദിയും ജമാഅത്ത് ഇസ്ലാമിയും കൂടി ഒരു സൈഡിലൂടെ അവരുടെ മതം പറഞ്ഞ് 22 സീറ്റ്. സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനത്ത് ആ മേഖലയിൽ ഭൂരിപക്ഷമുള്ളവർ വരികയും എന്നാൽ തൊട്ടടുത്തായിട്ട് BJPക്ക് 12 സീറ്റോടുകൂടി വരുമ്പോൾ എന്ത് രാഷ്ട്രീയമാണ് അവിടെ ചർച്ചയായിരിക്കുന്നത്?